താമസം? ഇപ്പോഴും ഞാൻ വാടക താമസിക്കുന്നത്. 7 മാസമായി ഇപ്പൊ ഞാൻ വേറെ കൊച്ചിനെ കൊണ്ടുവന്നു. 7 മാസം കൊണ്ട് അത് വേറെ വിവാഹം കഴിച്ചാണോ? ആ കൊച്ചു കല്യാണം കഴിച്ചു, ഭർത്താവ് മരിച്ചുപോയി. അതിനാ നിങ്ങൾ വിവാഹം കഴിച്ചു? ഞാൻ ഇപ്പൊ രശ്മേരി ചെയ്തിട്ടില്ല. രശ്മേരി ചെയ്യാൻ വേണ്ടി നിക്കാഹ് ചെയ്തോ? നിക്കാഹ് ചെയ്തില്ല. നിക്കാഹ് ചെയ്യാൻ രസീത് കിട്ടില്ല. നിലവിൽ വിവാഹം കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. ഞാൻ 7 മാസം കൊണ്ട് ആ കൊച്ചിനോട് രശ്മേരി ചെയ്യാൻ വേണ്ടി പോയപ്പോഴും സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. അത് തെറ്റല്ലേ? അങ്ങനെ ചെയ്യാൻ തെറ്റാണെന്നുള്ള സാർ, തെറ്റാണെന്നുള്ള ബോധ്യമാണ്. തെറ്റാണെന്നുള്ളത് എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. ആ കുട്ടിക്ക് അറിയോ നിങ്ങൾ ആദ്യം കല്യാണം? അറിയാം. 2 കൊച്ചുങ്ങളും ഉണ്ട്. ഇവളെ നല്ല വൃത്തി അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിന് എല്ലാ വീടും എന്റെ വീട്ടിനകത്തുള്ള കൊച്ചാണ്. എന്റെ ചേട്ടന്റെ വൈഫിന്റെ അനിയത്തിയാണ്. ബന്ധുവാണല്ലേ? ബന്ധുവാണ്. അത് തന്നെ എന്റെ ചേട്ടന്റെ വൈഫിന്റെ അനിയത്തിയാണത്. അപ്പോൾ ആ കൊച്ചിനെ മരിച്ചതിന്റെ ഞാൻ കൊണ്ടുവന്ന് തിരുവല്ലത്തെ സബ് രജിസ്ട്രി ഓഫീസിൽ പോയപ്പോഴും മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു മരണം ഇത് കിട്ടിയിട്ടില്ല, എടുത്തിട്ടില്ല. എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചക്കകത്ത് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അസ്കർ പറഞ്ഞോ ഇവളോട് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്? പറഞ്ഞില്ല. ഇല്ല, അതിന് ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല സാർ എനിക്ക്. അതായത് ജയ്സൽ സാർ എഴുതി വെച്ചിട്ട് എൻ്റെ അടുത്ത് വീണ്ടും എഗ്രിമെന്റ് വെച്ചാണ് സാർ ജയ്സൽ സാറിൻ്റെ വേണം. 6 മാസം വീണ്ടും ഞാൻ ഇവരെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പിന്നെ എഗ്രിമെന്റ് വെച്ച് ജയ്സാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളുടെ ഞാൻ ആയിരത്തോളം എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ല, പറ്റൂല. എൻ്റെ എഗ്രിമെന്റ് നീ ഇപ്പോൾ കേൾക്കണമെന്ന് പറഞ്ഞു. എഗ്രിമെന്റ് പറയാം. എൻ്റെ എഗ്രിമെന്റ് വെച്ച് എങ്ങനെ അറിയാമോ? 6 മാസത്തിനകത്ത് എനിക്ക് 4 സെന്റ് വസ്തു ഇവളെ വീട്ടുകാർ എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് ഇവള് പറഞ്ഞു. ഇവളെ വാപ്പ സമ്മതിച്ചിട്ടാണ് വിഴിഞ്ഞ സ്റ്റേഷനകത്ത് നിന്ന് പുറത്തിറങ്ങുന്നത്. 6 മാസത്തിനകത്ത് 4 സെന്റ് വസ്തു എനിക്ക് വാങ്ങിച്ചു തരണം. എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആട്ട ഓടുന്ന വരുമാനം, ഈ വരുമാനത്തിൽ നിന്റെ ചെലവും പോയിട്ട് ബാക്കി വരുന്ന പൈസ ആഴ്ചയിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്ത് ബാങ്കിൽ കൊണ്ടിടുക. അക്കൗണ്ടിൽ ബുക്ക് എൻ്റെ കൊണ്ട് ഏൽപ്പിക്കുക. ഇന്ന് തന്നെ അക്കൗണ്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ജോയിന്റ് അക്കൗണ്ട് എടുക്കാൻ വിളിച്ചിട്ട് വന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ജോയിന്റ് അക്കൗണ്ട് എടുത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് അവർക്ക് 4 സെന്റ് പോയിട്ട് 1 സെന്റ് പോലും വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ളത് എനിക്കും അറിയാം. അത് എനിക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ ഇവിടെ വായിന്ന് വീഴുന്നൊരു വിടുവാക്കാണത്. SI എടുത്ത് വീഴുന്നൊരു വിടുവാക്ക്. SI ചോദിച്ചു എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറ്റുമോ, വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന കേട്ടു. ഇവൾ പോന്ന് പറഞ്ഞു. ആ വീഴുന്നൊരു വിടുവാക്കാലാണ് അങ്ങനെ സംഭവിച്ചത്. എനിക്കും അറിയാം. അങ്ങനെ കൂടെ എന്തായാലും എൻ്റെ മാമ കൊണ്ട് വാങ്ങിക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല വൃത്തി അറിയാം. കാരണം അന്നന്ന് വേലയിൽ അന്നും തിന്നുന്നവരാണ് അവർ. അവരെ കൊണ്ട് 4 സെന്റ് വസ്തു 6 മാസം കൊണ്ട് ഒരു കാരണവശാലും വാങ്ങിക്കാൻ പറ്റൂല. അഷ്കർ ഈ കുട്ടികളെ കാണാറുണ്ടോ? ഞാനിപ്പോ കണ്ടിട്ട് ഒരുപാടായി. സ്വന്തം മക്കളും ഭാര്യ ഉള്ളപ്പോ വേറൊരു സ്ത്രീയുടെ അവരെയും കൊച്ചിനെയും നോക്കുന്നുണ്ടോ? അവരെ തീർച്ചയായിട്ടും നോക്കുന്നുണ്ട് ഞാൻ. സ്വന്തം മക്കളെ നോക്കുന്നില്ല? സ്വന്തം മക്കളെ നോക്കാത്തല്ല മേഡം, മനഃപൂർവ്വം നോക്കാത്തല്ല. ഞാൻ നോക്കണമെങ്കിൽ ആ വീട്ടിലല്ലേ പോകണം. ഞാൻ എന്നിട്ടും ഈ ജയ്സൽ സാർ പറഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ 6 മാസം എഗ്രിമെന്റ് മുഖേന കൊടുക്കാലോ, നേരിട്ട് കൊടുക്കണമെന്നില്ലല്ലോ. അതിന് അക്കൗണ്ട് നമ്പർ അങ്ങനത്തെ ഒന്നും ഇല്ല മേഡം. അഷ്കർ ആ കുട്ടികളെ വിട്ട് കിട്ടിയാൽ കൊണ്ടുപോകുമോ? വിട്ടിട്ട് തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോകും. എന്റെ മക്കളെ വിട്ടിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോയി ഞാൻ നോക്കുകയും ചെയ്യും. ഇവളോടെ സ്റ്റാൻഡ് എങ്ങനെയാ അസ്കറിന്റെ? ആരോടെ? ഇപ്പൊ ഈ ഭാര്യയോട് എനിക്കൊരു സ്റ്റാൻഡ്. മര്യാദയായിട്ട് അവളെ നിങ്ങളെ സ്നേഹിച്ച് വന്നാൽ കൂട്ടാൻ പറ്റില്ല. പറ്റില്ല, ഒരിക്കലും പറ്റൂല. അവ പിരിയ തീർച്ചയായിട്ടും എനിക്ക് ഇനി പറ്റൂല. കാരണം എന്നെ വേണമെന്നുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജയ്സൽ സാർ പറഞ്ഞ് 6 മാസം എഗ്രിമെന്റ് വെച്ച് ആ വീട്ടിൽ പോയാണ്. 3 ദിവസം ഞാൻ ആ വീട്ടിലെ പട്ടിയെ പോലെ കിടന്നു. 3ന്റെ അന്ന് വെളുപ്പിലെ ഞാൻ അവിടെ നെയ്ച്ചു വരണം. നല്ലൊരു ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യണം? അടിപിടി വെച്ചിട്ടല്ല വേണം. നിന്നെ അടിച്ചിട്ടോ നിന്നെ പള്ള വിളിച്ചിട്ടോ നിന്റെ വീട്ടുകാർ ചെയ്തിട്ടോ അല്ല വേണം. വെളുപ്പിലെ ഞാൻ എന്ന് കഴിച്ചു വരണമല്ലോ. എൻ്റെ മോൻ എഴിക്കുന്ന മുമ്പ് അവൻ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ തോത്തും. അവൻ എഴിക്കുന്ന മുമ്പ് അവനെ പോയി എഴുപ്പിക്കാതെ ഞാൻ എളുപ്പം കാലത്ത് 3:30 മണിക്ക് കഴിച്ച് ഞാൻ എൻ്റെ തുണികൾ എടുത്തുകൊണ്ട് ഇറങ്ങിയാണ്. നല്ലൊരു പെൺകൊച്ചാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ എവിടെ പോയി വെച്ചാൽ നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ വീട്ടിൽ വന്നില്ലല്ലോ. ഒരു ഫോൺ കോളിന് പറ്റുമോ? 4 കൊല്ലം കൊണ്ട് ഫോൺ കോളിന് നമ്പർ മാറി എന്നെ വിളിച്ചിട്ടാണ് പൂവാർ മാമല്ല. ഞാൻ പറഞ്ഞു പൂവാർ മാമല്ല എൻ്റെ മച്ചയാണ്. ആ മച്ച നിങ്ങൾ പിള്ളേരെ അപ്പം അവരുടെ ഡയലോഗ് മാറ്റി. മച്ച നിങ്ങൾ പിള്ളേരെ കാണാതെ എങ്ങനെ നിൽക്കുന്നു? ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ടുകൊണ്ട് വിട്ടു. ഞാൻ 2 അടിച്ചും കൂടെ ഇരുന്നു. എൻ്റെ കണ്ടുകൊണ്ട് വിട്ടു. ഞാൻ നേരെ അപ്പം തന്നെ ഞാൻ വീട്ടിൽ പോയി. അപ്പം തന്നെ ഞാൻ പലയിടത്ത് വന്നു. എൻ്റെ മക്കളെ കാണാൻ ഞാൻ അപ്പോഴും വന്ന് ഞാൻ അന്ന് ഫുള്ള് എൻ്റെ മക്കൾ 2 പേരെ എടുത്ത് എൻ്റെ ബൈക്കിൽ കയറ്റി ഞാൻ വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് എല്ലാവരും കൊണ്ട് കാണിച്ചിട്ട് ഞാൻ തിരിച്ച് വീണ്ടും അവിടെ പോയി. അന്ന് രാത്രി വീണ്ടും ഞാൻ അവിടെ തങ്ങിയാണ് മേഡം. ആ രാത്രി വീണ്ടും ഞാൻ വീട്ടിൽ തങ്ങിയാണ്. നല്ലൊരു കൊച്ചാണെന്നുണ്ടെങ്കിൽ എന്താണ് വന്നല്ല വീണ്ടും തിരിച്ചു വന്നല്ലോ. ഒരല്പ സ്നേഹം നീ കാണിച്ചാലായിരുന്നത് എങ്കിൽ ഞാൻ അവിടെ പിടിച്ചു നിൽക്കുമായിരുന്നല്ല. പിറ്റേന്ന് രാവിലെ വീണ്ടും ഞാൻ വണ്ടി എടുത്ത് ഞാൻ ഇഞ്ഞു വന്നു. അതിനുശേഷം പിന്നെ യാതൊരു ബന്ധവും ഇവരെ വീട്ടുകാരുമായിട്ട് എനിക്കായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ വീട്ടുകാരുടെ തമ്മിലില്ല. പിന്നെ ഇവരെന്താ ഇടയ്ക്ക് വെച്ച് വന്നു. ഈ കൊച്ചിനെ ഞാൻ കെട്ടാൻ പോകണമെന്ന് ഇവർ അറിഞ്ഞപ്പോഴി ഇവർ 3-ാം സ്ഥാനം ഒരാളിനെ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് ഒരു പോലീസുകാരനെന്നും പറഞ്ഞിട്ട് വേറൊരാളെയും കൂടെ വീട്ടിൽ പറഞ്ഞിട്ട് അന്ന് ഞാൻ വീട്ടിൽ ആറ്റിൻ്റെ പള്ളിയിലായിരുന്നു. അപ്പോൾ എൻ്റെ സൗകര്യം വിളിച്ച് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു പോലീസുകാരൻ ഒരാളും കൂടെ ജപ്പാർ സമയം എന്ന ഒരാളും കൂടെ നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ നാളെ പള്ളിയിൽ നിന്ന് വന്നിട്ട് പോയി കാണാമെന്ന് പറയുന്നത്. ഞാൻ വന്ന് കണ്ടപ്പോൾ അങ്ങനെ വിളിച്ച് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മധ്യസ്ഥ എന്ന് എൻ്റെ സംസാരിക്കുകയാണ്. അതൊക്കെ പാടില്ല, 2 മക്കളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇനി എന്തായാലും ഏച്ചു വെച്ചാൽ അത് മുഴച്ചിരിക്കില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, ഇനി എന്തായാലും നടക്കൂല. ഇനി അവളെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടി ഞാൻ മരിക്കുന്നതാണ് തുല്യം. എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അവർക്ക് സംസാരിച്ചപ്പോൾ അവർക്ക് വേണ്ടത് പൈസയാണ്. അതാണ് അവർക്ക് മെയിൻ. പൈസ തന്നെയാണ് അവർക്ക് മെയിൻ. ഞാൻ പറഞ്ഞു ശരി അത് ഞാൻ കൊടുക്കാം. എൻ്റെ അടുത്ത് ഒത്തു കൊടുക്കാനില്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു മനോ എങ്കിൽ കാര്യം ചെയ്യാം, നമുക്ക് തവണയായിട്ട് കൊടുക്കാം.
നീ എത്ര തവണ ആയിട്ട് കൊടുക്കും? ഞാൻ പറഞ്ഞു ഒരു 3 തവണ. ഒരു 3 തവണ ആയിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ ഞാൻ ഇപ്പോൾ കല്യാണം ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് ആ വീട്ടിൽ നിന്ന് 75,000 രൂപ കൊണ്ട് തന്നു. ഞാൻ ഈ പൈസ വാങ്ങിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു ഈ പൈസ കൊടുക്കണതൊക്കെ ശരി തന്നെ. ഈ പൈസ കൊടുത്താൽ എനിക്ക് പള്ളിയിൽ നിന്ന് രസീത് കിട്ടണം. കാരണം എനിക്ക് ഈ പള്ളിയിൽ നിന്ന് രസീത് വാങ്ങിച്ചാലേ എനിക്ക് അവരെ വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല, എങ്കിലും എനിക്ക് നിൽക്കാൻ കഴിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അതിലൊന്നും തടസ്സമില്ല, അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം, അതൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, നീ പൈസ കൊണ്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു. പൈസ വാങ്ങിച്ച് ഇങ്ങനെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ജബ്ബാർ അവരെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇവിടെ ആപ്പായും വേറെ പോലീസറെന്ന് പറഞ്ഞാൽ അങ്ങേരും കൂടെ അവിടെ വന്ന് സംസാരിച്ചു. അപ്പോൾ ഇവരൊരു ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ ഒന്ന്, രണ്ടാമത് ഇവരൊരു പേപ്പർ എഴുതി കൊണ്ടുവന്ന് വേറൊരു രീതിയിൽ 6 മാസത്തിനകത്ത് തിരിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ, എൻ്റെ ഉമ്മാരെ പേരിൽ, എൻ്റെ സഹോദര പേരിൽ, എല്ലാവരുടെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഇതിലാണ് ലിസ്റ്റ് തയ്യാറായി കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഇത് വായിച്ച് നോക്കിയപ്പോൾ എനിക്കിത് പന്തിയേടായി. ഞാൻ നേരെ പള്ളിയിൽ പോയി. മൊത്തം എത്ര എന്നാ പറഞ്ഞു? മൊത്തം അവർക്ക് 20,000 സ്വർണ്ണവും 1 ലക്ഷം രൂപയെന്നാണ് ഇവർ പള്ളി രജിസ്റ്റർ. അപ്പോൾ ഇത് 3 തവണ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അത് 20,000 സ്വർണ്ണം എന്ന് പറയുമ്പോൾ അന്നത്തെ വില കൊടുത്താൽ മതി, ഇപ്പോഴത്തെ നീ വില കൊടുക്കണ്ട, അന്നത്തെ വില നീ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാണ് ഇത് സംസാരിച്ച് അഗ്രിമെൻറ്റ് ചെയ്യണത്. ആ വീട്ടിൽ പോയിരുന്നപ്പോൾ ഞാൻ നേരെ പള്ളി സെക്രട്ടറി പറഞ്ഞു, മാമ ഇതേപോലെയാണ് കാര്യം, അവരിങ്ങനെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുവച്ചിട്ട് സംസാരിച്ചിട്ട് നീ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് രസീത് വരും. അവരങ്ങനെ പറഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പള്ളിയിൽ വരട്ടെ. ജമാഅത്തിൻ്റെ മുമ്പിൽ വന്ന് അവൾ എവിടെ നിന്നാണ് ഇറങ്ങിപ്പോയത്? ഈ ജമാഅത്തിനല്ലേ ഇറങ്ങിപ്പോയത്. ഈ ജമാഅത്തിൻ്റെ മുമ്പിൽ അവർ വരട്ട്, വന്നിട്ട് ഈ ജമാഅത്തിനകത്ത് വെച്ച് പറയിട്ട് 1 ലക്ഷം രൂപ ഞങ്ങൾ കൈപ്പറ്റി, ഇനി അവന് ഞങ്ങൾക്കായിട്ട് യാതൊരു ബന്ധവുമില്ല, അവന് അടുത്ത കല്യാണം കഴിക്കാൻ നിൽക്കാതെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ രസീത് കൊടുക്കുകയെന്ന് അവർ വാഗുകൊണ്ട് പറയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ട് പോയിട്ട് നിനക്ക് രസീത് തരും, അത് പോട്ട് എനിക്ക് അങ്ങനെ വേട്ടെന്ന് പറഞ്ഞു. ഞാൻ ആ അഭിപ്രായം ഈ വീട്ടിൽ വന്നു. അപ്പം എനിക്ക് ശരി അതല്ല അഭിപ്രായം. ഞാൻ നേരെ വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ജബ്ബാർ സാഹിബിൻ്റെ അടുത്ത് മാമ ഇത് പറ്റൂല, അവരെ പള്ളിയിൽ വരട്ട്, നമുക്ക് ജമാഅത്തിൽ പോയിരുന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ജമാഅത്തിൽ എഴുതാം. അപ്പോൾ ഇവിടെ ആപ്പാരെ കൊണ്ടുവന്ന പോലീസുകാരൻ്റെ പേരും കൂടെ അപ്പം അവിടെ ഇരുന്ന് മാറി കാത് കടിച്ചിട്ട് അത് പറ്റൂല, അതൊന്നും പറ്റൂല, ഇപ്പം ഇവിടെ വെച്ച് തന്നെ ചെയ്യണം, അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തരണില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ തന്ന പൈസ ഞാൻ പറഞ്ഞു. പിന്നെ ഏതൊരു അനക്കമേ ഇല്ല. എത്ര കൊടുത്തിട്ടാണ് തിരിച്ചിങ്ങനെ മേടിച്ചത്? 1 ലക്ഷം രൂപ. 1 ലക്ഷം കൊടുത്തു, തിരിച്ചു കൊടുത്തു. സ്വർണത്തിന്റെ മാത്രം ഇല്ല, 1 ലക്ഷം രൂപ കയ്യിൽ കൊടുത്തു രൂപയായിട്ട്. സ്വർണത്തിന്റെ അന്ന് എന്താ തീരുമാനം പറഞ്ഞു? സ്വർണത്തിന് അന്നത്തെ വില ആ സ്വർണ്ണം മേടിച്ച വില അത് 5 കൊല്ലം മുമ്പുള്ളത് മേടിച്ച വില ന്യായമാണോ പറയുന്നത്? അങ്ങനെ പറയുന്നത് അന്ന് മേടിച്ച വില അത് 3 പ്രാവശ്യമായിട്ടാണ്. ആരാ പറഞ്ഞത് അങ്ങനെ അന്നത്തെ വില കൊടുത്താൽ മതി? ഈ ജബ്ബാർ സാഹിബ് എന്ന വ്യക്തിയാണ്. അനീതിയല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇപ്പൊ 15 കൊല്ലം മുമ്പുള്ള സ്വർണത്തിന്റെ വില ഇപ്പൊ കൊടുത്താൽ പറ്റുമോ? ഇന്ന് അത്രയും സ്വർണം മേടിക്കണമെങ്കിൽ എന്ത് വാല്യൂ കൊടുക്കണം? അത് ആ മീഡിയേഷൻ പറഞ്ഞ ആളുകൾ നീതിപൂർവ്വം അല്ല പറഞ്ഞു. അപ്പൊ ഇക്കാര്യത്തിൽ ഇനിയിപ്പോ പിരിയാന്നുള്ളതാണല്ലേ? ഉറപ്പാണ് സാർ, അതിന് ഒരു മാറ്റവും. അപ്പൊ അങ്ങനെ പിരിയാനാണെങ്കിൽ അത് പിരിയണ്ടേ അഷ്കറെ? തീർച്ചയായിട്ടും. അല്ലാതെ ഇപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനെ ഭാര്യാപദത്തിൽ നിർക്കുകയും നിങ്ങൾ വേറെ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറായി അവർക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയല്ല, അവർക്ക് വേണ്ടത് പൈസയല്ല. അത് നിൽക്കട്ടെ, നമുക്കിപ്പോൾ മനസ്സിലായല്ലോ, രണ്ടു കൂട്ടർക്കും മാനസികമായി ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അഷ്കറിനും ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർക്കും നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാവും, രണ്ടുപേരുടേതായ പോരായ്മകളുണ്ട്. 100% അത് തന്നെയാണോ അല്ലേ? അദ്ദേഹത്തിന് ഞാൻ ഇദ്ദേഹം കല്യാണം കഴിക്കാതിരുന്ന സമയമാണ് ഞാൻ മേഡം പറഞ്ഞെങ്കിൽ ഞാൻ ഒത്തു തീർത്തു പോകാൻ. മേഡം ഇതുപോലെ എന്നെ കാരക്കുഴി എന്ന സ്ഥലത്ത് ജമാഅത്തിൽ പറഞ്ഞു ഒത്തു തീർപ്പാക്കി എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ ജമാഅത്തിൽ വെച്ച് ഞാൻ പറയാണ്, ഞാൻ അവരെ ചേച്ചിയുടെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ ഞാൻ പോലും എവിടെയെങ്കിലും വീട് വാടകയ്ക്ക് എടുത്താൽ ഞാൻ അവിടെ പോകുന്നു പറഞ്ഞു മേഡം. അപ്പൊ അവർ ഇദ്ദേഹത്തിന്റെ ചോദിക്കാണ്, നീ അവളെ ഇടിക്കൂല അടിക്കൂല എന്ന് ഉറപ്പ് തന്നെ, എങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ട് അവൾ വരും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ് ഉറപ്പ്, ഞാൻ ഇടിക്കൂല അടിക്കും. മേഡം ഒപ്പിട്ട് എന്നെ കൊണ്ട് രാത്രി അവിടെ കൊണ്ട് ചോറ് തിന്നാത്തോണ്ട് കുടഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, നീ എന്തിനാടാ കുടയണത്, അവൾ നിന്റെ അവിടെ വന്നില്ല. അത് കഴിഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് 3-ൻ്റെ അന്ന് അവിടെ വിഴിഞ്ഞമ്പള്ളിയിൽ ചന്ദനക്കുടം മേഡം എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞ് നമുക്ക് ചന്ദനക്കുടത്തിന് പോകണമെന്ന് പറഞ്ഞു. ചന്ദനക്കുടം കഴിഞ്ഞ് മേഡം ചന്ദനക്കുടം കഴിഞ്ഞ് വെളുപ്പാ രാവിലെ നമ്മുടെ വീട്ടിലെത്തി. ഇദ്ദേഹം ചെന്ന് ഞാൻ അരിയെടുപ്പിലിടുന്നു. അപ്പോൾ കാരക്കുടിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ മതിന് പറഞ്ഞ്, നീ പെട്ടെന്ന് ചോറെല്ലാം വെച്ച് കഴിച്ചിട്ട് അവൻ്റെ കൂടെ വീട്ടിൽ പോകാൻ നോക്കുന്നു. ഞാൻ ചോറെല്ലാം വെച്ച് കൂട്ടാൻ വെച്ച് എൻ്റെ 2 മക്കളെയും എൻ്റെ മക്കളെ ഞാൻ എണ്ണ തേക്കണം മേഡം. നമുക്ക് എണ്ണ തേച്ച് കുളിപ്പിച്ചുകൊണ്ട് നിന്നപ്പം ഇദ്ദേഹം കുടിച്ച് മീനും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. കുടിച്ച് 4 കാലിൽ കയറി വന്നു മേഡം. 4 കാലിൽ കയറി വന്നിട്ട് അങ്ങോട്ട് ഇടിയാണെങ്കിൽ കസേരയുടെ പുറത്ത് തൂക്കി എടുത്തെറിഞ്ഞ് ഇടി മുടിക്കൊണ്ടോടെ പിടിച്ച് എൻ്റെ മുഖമെല്ലാം നീരടിച്ച്. അപ്പോഴാണ് മേഡം ഞാൻ അപ്പുറത്തെ വീട്ടിൽ, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു അവരെ വീട്ടിൽ എൻ്റെ രൂപം കണ്ടപ്പോൾ എൻ്റെ പറഞ്ഞ്, നമ്മൾ താത്ത എത്തി ഫോൺ തരുന്നു. അപ്പോൾ എൻ്റെ സങ്കടം കണ്ടപ്പോൾ ഇവർ ഫോൺ തരുകയാണ്. ഫോൺ തന്ന എൻ്റെ വാപ്പാരെ നമ്പറുണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞു, വാപ്പ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എത്തണം, ജമാഅത്തിൽ വെച്ച് എന്നെ ഒത്തു തീർപ്പാക്കി ഒപ്പിട്ട് വിട്ടെടുത്തത് ഇവിടെ എന്നെ ഇടിച്ച് ശരിയാക്കിയിട്ടില്ല. എൻ്റെ വാപ്പ ഉടൻ തന്നെ എൻ്റെ ഉമ്മ
ഉമ്മയെ വിളിക്കണം. അപ്പോൾ വാപ്പ കച്ചവടത്തിന് ചെറുതായിട്ട് പോകും മാഡം. കച്ചവടത്തിന് പോയപ്പോൾ ആ വഴി റൂട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ചോറ് വെച്ചോണ്ട് നിൽക്കണം. ഉമ്മ പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് അവളെ പോയി ചെന്നു, അവിടെ വിഴിഞ്ഞെത്ത് പോ, അവളെ ഇടിച്ചുരുട്ടി അവിടെ ഇട്ടിരിക്കണം, നീ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് പോ, ജമാഅത്തുകാരെ വിളിച്ചോണ്ട് പോ. എൻ്റെ ഉമ്മ ജമാഅത്തിൽ ചെന്ന് ഈ വേറൊരു മാമായും വേറൊരു കാക്കയ്ക്ക് ഒത്തുതീർപ്പാക്കി വെച്ചവരാണ്. ഇവരെല്ലാം ചെന്ന് അടിയന്തരമായിട്ട് ഉമ്മ കണ്ട് പറഞ്ഞ്, കാക്ക നിങ്ങൾ ലത്തീഫ് എന്നോണാണ്, നിങ്ങൾ ഒത്തുതീർപ്പാക്കി വിട്ട കൊച്ചുണ്ടല്ലോ, ആ കൊച്ചിനെ അവിടെ ഇരിച്ച് വിട്ട് അവിടെ നിന്ന് ജമാഅത്തിൽ ഒപ്പിട്ട് എന്നെ വിട്ടവരെല്ലാം ഓടി വന്ന് അവരെന്നെ നോക്കിയപ്പോൾ എൻ്റെ ശരീരം മൊത്തം നീരും അവർക്ക് തന്നെയാണ് സഹിച്ചില്ല. അവർ പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഇതിന് ഉത്തരവാദിയാണ്. അത്രയേ ഉള്ളൂ മാഡം. അന്നാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അദ്ദേഹം വന്ന് ചോദിക്കണ്, നിങ്ങളെ മോളെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് എൻ്റെ ഉമ്മാട്ടെ ചോദിക്കുന്നു. അപ്പോഴാണ് എൻ്റെ ഉമ്മാടെ പറഞ്ഞ്, ഞാൻ കൊണ്ടുപോകണില്ല, നിങ്ങൾ എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ ഒരു നടപടി എടുത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ നിങ്ങൾ കൊണ്ടാക്കിയത്. ആ അറുത്ത രാത്രി അന്ന് ജമാഅത്തിലുള്ളവർ വന്ന് പറഞ്ഞപ്പോൾ നീ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് പോകണം ഇദ്ദേഹം അന്ന് രാത്രിയും കുടിച്ചുകൊണ്ട് വന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. അന്ന് ഞാൻ മൊത്തം ഒരു നേരം വെളുപ്പിച്ച് ഞാൻ പറഞ്ഞ് എനിക്ക് ജമാഅത്തിൽ പോകണം. ജമാഅത്തിൽ പോയി സർവത്ര കാര്യവും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, നീ ഒത്തുതീർത്ത് കൊണ്ടുവന്ന കൊച്ചല്ലേ, നിനക്ക് നോക്കാൻ പറ്റില്ല, കൊച്ചിൻ്റെ ദേഹമൊക്കെ നീര് കണ്ടല്ല, നീ ആ കുഞ്ഞുങ്ങളെ തള്ളയും കൊണ്ട് ആ വീട്ടിൽ കൊണ്ടാക്ക്. അത്ര തന്നെയാണ് മാഡം ചെയ്ത സത്യം. അന്ന് ഞാൻ ദേഹോപദ്രവം എന്നുള്ളതൊരു വലിയ ഘടകം തന്നെയാണ്. മനസ്സൊന്നായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഉണ്ട്, നമ്മൾ പറയുന്ന പോലെ രണ്ട്, ആ കുട്ടിയുടെ വളവും അഷ്കറിന്റെ വളവും ഉണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ അഷ്കറിന്റെ ഭാഗത്തു നിന്ന് അഷ്കർ കുറച്ചുകൂടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഭാര്യയുണ്ട്, മക്കളായി, അവരെ നോക്കണം, ചിലവ് കുറവാണ്, എനിക്ക് ബിസിനസ് കുറവാണ്. അങ്ങനെയുള്ള അഷ്കർ സ്വയം തിരുത്തി ശുദ്ധീകരിച്ച് മദ്യപാനം പോലെയുള്ള ഇതുകളിൽ നിന്ന് മാറി കിട്ടിയ വരുമാനം ഉപയോഗിക്കേണ്ടതായിരുന്നു. അത് രണ്ടും പറയാം. ആ കുട്ടിയുടെ ഞാൻ പറയാം, ആദ്യം അഷ്കറിനെ പറയാം. അത് അഷ്കർ ചെയ്തില്ല, അഷ്കർ സമ്മതിച്ചു. അത് രണ്ടാമത്തത്, ആ ദാമ്പത്യത്തിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടികൾ എന്ത് പഴിച്ചു അഷ്കറെ? അത് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ലാതെ ആ കുട്ടികൾ പഴിച്ചില്ല. അപ്പം നിങ്ങളെ രക്തത്തിലും ബീജത്തിലും വളർന്ന നിങ്ങളെ അരുമയായ മക്കളെ അവൾ എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും കാണണമെന്നുള്ളൊരു ത്വര മനസ്സിൽ അഷ്കറിന് വരേണ്ടതായിരുന്നു. വന്നിരുന്നു, അവൾ ഇവിടെ വാടക വീട്ടിൽ നിന്ന് പോന്നു, ശരി, കാണിച്ചില്ല, എന്നാലും നിങ്ങൾക്ക് ആഗ്രഹം വേണ്ടേ, എൻ്റെ കുഞ്ഞാണ്, എനിക്ക് കാണണമെന്ന്. രണ്ടാമത്തത്, ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വാശിയും ഇതുപോലെ തർക്കവും കാര്യങ്ങളും ഒക്കെ അഷ്കറിന് ഒരു ഭർത്താവിനെ സമന്വയിപ്പിച്ച് കൊണ്ടുവരാനുള്ള ശൈലികളൊന്നും ആ കുട്ടിക്കില്ല. അത് ആ കുട്ടി മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളെ തന്നെ പിടിച്ച് സ്നേഹത്തിൽ കൊണ്ടുവരാമായിരുന്നു. അങ്ങനെയാണ് ബുദ്ധിയുള്ള ഭാര്യ ചെയ്യേണ്ടത്. അത് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്തില്ല. എങ്ങനെ മനസ്സ് അകന്നുപോയി. അകന്നുപോയപ്പോൾ അഷ്കർ നിരാശനായ അഷ്കർ വീണ്ടും മദ്യപാനത്തിലേക്ക് പോയി. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ അഷ്കറിൻ്റെ മനസ്സ് മാറി മറ്റൊരു സ്ത്രീയിലേക്ക് കണ്ണുവരാൻ പാടില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും കേട്ടേം ക്ഷമിക്കുകയും ഉൾക്കൊള്ളുകയും പല ചർച്ചകളും വെച്ചത് ഏതെങ്കിലും ഒരു മാർഗത്തിൽ നിങ്ങളെ മനസ്സുകൾ ഒന്നാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ കുഞ്ഞുങ്ങളും രക്ഷപ്പെടും. അതിനാണ് ഞങ്ങൾ ഇത്രയും സമയം കളഞ്ഞത്. ഇപ്പം അഷ്കർ പിരിയാന്നല്ലേ പറഞ്ഞു. പിരിയുമ്പോൾ ഭാര്യയോടുള്ള ഭർത്താവിൻ്റെ കടപ്പാടും പിരിയുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇന്ത്യൻ നിയമവും ശരീഅത്ത് നിയമവും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടിലും ഏതെങ്കിലും മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പാലിക്കണ്ടേ അല്ലേ? അപ്പോൾ ഒരുമിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സജീവ് അവിടെ ശരിയെന്ന് സംഭവിച്ചത്? അന്നാ വ്യവസ്ഥ 3 തവണയായിട്ട് കൊടുക്കാമെന്ന്, അതോടുകൂടി നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ തീർപ്പാക്കിയിട്ട് നിങ്ങൾക്ക് അവരെ രജിസ്റ്റർ ചെയ്തുകൂടെ? പിന്നെ സാമ്പത്തികമായിട്ടായി ഞാൻ ഗൾഫിൽ പോകാന്നുള്ള ഐഡിയയിലാണ് അത് ചെയ്തത്. അപ്പോൾ അസ്കർ ഇപ്പോൾ ചെയ്യേണ്ടത്, ഒന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, രണ്ടാമത് ഇവളെ വിവാഹബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം വിവാഹബന്ധം ഉപേക്ഷിച്ചാലും ഒന്നിലെ മാസം തോറും ഇവൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു തുക ഒരുമിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു തുക ഒരുമിച്ച് അവൾക്ക് ഇവരും നിങ്ങളും ഭയങ്കര ഒന്നും പ്രതീക്ഷിക്കരുത്, അയാൾ കഴിവ് പറഞ്ഞ ആളാണ്, അതുകൊണ്ട് നോക്കണം. അപ്പോൾ അത് നോക്കി കൊടുക്കണം. അസ്കർ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ എല്ലാ കോടതികളും സകല കോടതികളും അസ്കറിനൊരു ജോലിയില്ലാന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ. ഏത് ജോലി ഇല്ലാത്ത ഒരാളെയും പെർ ഡേ 600 രൂപ മിനിമം സമ്പാദിക്കുന്ന ആളായിട്ടാണ് കോടതികൾ കാണുന്നത്. ഇപ്പം ഇത് കോടതിയല്ല, കോംപ്രമൈസാണ്, അദാലത്താണെങ്കിൽ. അങ്ങനെ കാരണം എന്താ അങ്ങനെ പറയണം? ആരോഗ്യമുള്ളൊരു പുരുഷനെ ഇറങ്ങി തിരിച്ചാൽ 800-900 രൂപ എന്ന് കിട്ടും. എന്തിനാണ് ഈഗോ? എൻ്റെ മക്കളെയും ഭാര്യയും സംരക്ഷിക്കാൻ വൈറ്റ് കോളർ ജോലി എന്തിനാ? അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളെ എസ്കേപ്പ് ചെയ്യാൻ നിയമം അനുവദിക്കില്ല. കാരണം നിങ്ങൾ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നിങ്ങൾ രംഗത്തിറങ്ങിയാൽ നിങ്ങൾക്ക് 600-700 രൂപ ദിവസം കിട്ടും. നിങ്ങൾക്ക് 700 രൂപ കിട്ടുമെങ്കിൽ അതിലെ 1/3 നിങ്ങളുടെ
മറ്റേ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാം. അങ്ങനെയാണ് കണക്കെടുക്കാം. ഡ്രിങ്ക്സ് ഒക്കെ അപ്പം മറ്റൊക്കെ ഒഴിവാക്കണം. അപ്പം ഒഴിവാക്കണം. ആ കുഞ്ഞുങ്ങളെ നമുക്ക് എടുക്കണം, വെള്ളം തോർത്തി എടുക്കണ്ടേ? അതിനെന്തെങ്കിലും മാസം കണക്കാക്കി കൊടുക്കുക. അഷ്കർ 2500 രൂപ മാസം ഇന്ന് തൽക്കാലം കണക്ക് കൂട്ടുക. 2000 എത്ര നാളത്തേക്ക്? 2000 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കാലഘട്ടം നീട്ടുന്നവരെ പറ്റില്ല. ഒരു വർഷത്തേക്ക് 2000, അത് കഴിഞ്ഞാൽ എമൗണ്ട് കൂട്ടണമെന്ന് തീർച്ചയായിട്ടും ശരി. അത് എന്റെ മക്കൾക്ക് കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധം. നേരിട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മളിവിടെ ഒരു വ്യവസ്ഥ വെക്കുമ്പോൾ 2000 എന്ന് പറയണത് ചിലപ്പോൾ എൻ്റെ കൂടുതലായിരിക്കും ഇരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. അതൊക്കെ ഞാൻ ചെയ്യും. എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ വ്യവസ്ഥ വയ്ക്കുന്ന 2000 രൂപ എല്ലാ മാസം തോറും ഞാൻ അവിടെ എത്തിക്കും. മക്കൾക്കാണ് 1-ാം തീയതിക്കോ 5-ാം തീയതിക്കോ ഇടയ്ക്കെന്ന് വെക്കട്ടെ. അങ്ങനെ തൽക്കാലം അങ്ങനെ തീരുമാനിക്കും. മക്കൾക്കും കൂടി 2500. 2007 സ്വർണത്തിന്റെ വില തീരുമാനിച്ചിട്ട് 20 പവനുള്ളത് പള്ളി രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 വർഷത്തിനകം അതിനുള്ള ആദ്യത്തെ ഗഡു 1 വർഷത്തിനകം 50,000 രൂപ അദ്ദേഹം അടയ്ക്കും. ബാക്കിയുള്ളത് അടുത്ത 1 വർഷത്തിനകം അല്ലേ 50 കോടി. അത് എത്രയാണെന്ന് വെച്ചാൽ വില അന്നത്തെ വില അനുസരിച്ചുള്ളത് ഏകദേശം 2, 3, 4 ഗഡുക്കളായിട്ട് 2 വർഷത്തിനകം അല്ലേ 2 വർഷത്തിനകം തീർക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തുക ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡ് ഫിക്സ് ചെയ്യുക. അല്ല 20 പവനാണ് സാർ. 2007 20 പവന്റെ വില അത് കൊടുക്കും. അത് 2 വർഷത്തിനകം കൊടുക്കും. ആദ്യത്തെ ഗഡു എന്ന് പറയുന്നത് 6 മാസത്തിനകം എന്നാണോ പറഞ്ഞത്? 6 മാസത്തിനകം 50,000 രൂപ ആദ്യത്തെ ഗഡു കൊടുക്കും. പിന്നെ 2 വർഷത്തിനകം ഘട്ടങ്ങളായിട്ട് ആ സ്വർണത്തിന്റെ തുക മുഴുവൻ കൊടുക്കും. അത് എത്രയെന്നുള്ളത് ഇപ്പൊ അദ്ദേഹത്തിന് പറയാൻ സാധിക്കത്തില്ല. കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കും. പിന്നെ 1 ലക്ഷം രൂപ ബാക്കി വരും അല്ലേ? 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് അതങ്ങനെ മേഡം കൊടുക്കാൻ പറ്റും. ആ ക്യാഷ് വാങ്ങിച്ചത് അവിടെ തന്നെ എനിക്ക്. ആ ക്യാഷ് വാങ്ങി ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ചല്ലോ. ഞാൻ ഒരുങ്ങിപ്പോയ പൈസ അല്ലേ അത്, എനിക്ക് ചെലവായ പൈസ അല്ലേ. ഒരുമിച്ച് അവരുടെ കുടുംബത്തിൽ ചെലവാക്കിയിട്ടുള്ളതാണ്. നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റും. മേഡം അതല്ല 1 ലക്ഷം രൂപ തന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാപ്പിള എനിക്ക് താലിയും ചീലയും വാങ്ങിച്ചോണ്ട് പോകാനാണ് എനിക്ക് ആ 1 ലക്ഷം രൂപ തന്നത്. ശരി, ഇരു കൂട്ടരുടെയും സമ്മതപ്രകാരം അവരുടെ വ്യവസ്ഥകൾ വായിക്കുകയാണ് സർ. ഖെൽസായുടെയും കൈരളി ടിവിയുടെയും കൂട്ടായ സംരംഭത്തിൽ നടന്ന ലോക അദാലത്തിൽ അലി അഷ്കർ 34 വയസ്സ് എന്ന 1-ാം പാർട്ടിയും ടിയാൻ്റെ ഭാര്യയും ആയ ദാരിഷ 29 വയസ്സ് എന്ന 2-ാം പാർട്ടിയും ചേർന്ന് അവരുടെ വൈവാഹിക ജീവിതത്തിലെ സങ്കീർണതകളും അവരിലുണ്ടായ കുട്ടികളുടെ സംരക്ഷണം, മേൽനോട്ടം, ചിലവ്, ഭാര്യ എന്ന ദാരിഷയുടെ മാസം തോറുമുള്ള ചിലവ്, കുട്ടികളുടെ ചിലവ് എന്നിവ സംബന്ധിച്ച് താഴെ പറയും പ്രകാരം കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. 1. 2-ാം പാർട്ടിയുമായി വിവാഹമോചനം നടക്കുന്നതിൻ്റെ മുന്നോടിയായും അതിൻ്റെ മുന്നുപാധിയുമായി ടിയാളുടെ 20 പവൻ്റെ സ്വർണ്ണാഭരണത്തിൻ്റെ 2007 ഏപ്രിലിലെ വില നിശ്ചയിച്ച് അതിൻ്റെ 1-ാം ഘട്ടമായ 50,000 രൂപ ഇന്നേക്ക് 6 മാസത്തിനുള്ളിലും ബാക്കി ഉള്ള തുക തുടർന്നുള്ള 1.5 വർഷത്തിനുള്ളിൽ 3 ഗഡുക്കളിലായും 1-ാം പാർട്ടിയായ അലി അസ്കർ 2-ാം പാർട്ടിയായ ദാരിഷയ്ക്ക് നൽകുന്നതാണെന്ന് 1-ാം പാർട്ടിയും അപ്രകാരം താൻ തൃപ്തിപ്പെട്ടുവെന്ന് 2-ാം പാർട്ടിയും പരസ്പരം സമ്മതിച്ചിരിക്കുന്നു. 2. 1-2 പാർട്ടികളുടെ കുട്ടികളായ അഹിംഷയെയും സജിനയെയും സാധാരണ നിലയിൽ 2-ാം പാർട്ടിയായ അമ്മയുടെ സംരക്ഷണത്തിലും എന്നാൽ മാസത്തിലൊരിക്കൽ 2 ദിവസം 1-ാം പാർട്ടിക്ക് തൻ്റെ കൂടെ കൊണ്ടുപോയി കൂടെ നിർത്തി തിരിച്ച് 2-ാം പാർട്ടിയെ ഏൽപ്പിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണെന്നും എന്നാൽ കൊണ്ടുപോകുന്ന തീയതി മുൻകൂട്ടി അറിയിക്കേണ്ടതും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും തടസ്സമില്ലാതെയാണ് ഇത് ചെയ്യേണ്ടതെന്നും 1ഉം 2ഉം പാർട്ടികൾ സമ്മതിച്ചിരിക്കുന്നു. 3. 2-ാം പാർട്ടിയുടെയും കുട്ടികളുടെയും സംരക്ഷണ ചിലവിലേക്ക് ഇന്നു മുതൽ മാസം തോറും, അതായത് എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെ 5-ാം തീയതിക്ക് മുൻപായി 2,500 രൂപ നൽകാമെന്ന് 1-ാം പാർട്ടിയും അതിൽ തൃപ്തിപ്പെട്ടതായി 2-ാം പാർട്ടിയും സമ്മതിച്ചിരിക്കുന്നു. 4. 2-ാം പാർട്ടിയുടെയും കുട്ടികളുടെയും മേൽപ്പറഞ്ഞ സംരക്ഷണ തുക 2-ാം പാർട്ടിയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് നിക്ഷേപിക്കേണ്ടതാണ്. കുട്ടികളുടെ ആരോഗ്യപരവും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഇരു പാർട്ടികളും പരസ്പരം അറിഞ്ഞു പ്രവർത്തിക്കേണ്ടതാണ്. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് തുല്യം.
ആരാണ് വലിയവർ, ആരാണ് സൗന്ദര്യമുള്ളവർ, ആരാണ് കൂടുതൽ ഉന്നതരായവർ, അന്തസ്സുള്ളവർ, ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസം അറിയില്ല. രണ്ടുപേരുടെയും സ്നേഹം ആവോളം വേണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്വവും കടമയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഇവിടുത്തെ ചർച്ചയിൽ എന്തായാലും ഭാഷിരയായാലും അലിയഷ്കറായാലും അവർ തങ്ങളുള്ള ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ സംസാരിച്ച് തുടങ്ങിയെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കോടതിക്ക് മുമ്പാകെ എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോടുകൂടി പറഞ്ഞ ഒരു ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ അതെല്ലാം അംഗീകരിക്കുകയും അത് പ്രകാരം മുമ്പോട്ട് പോവുകയും ചെയ്തുകൊള്ളാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സംസാരിച്ച എല്ലാ കാര്യങ്ങൾക്കും ഇവരിരുവരും അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാഷയും ദൈവം കേൾക്കും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുന്നു. നല്ലത് വരട്ടെ. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.